നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിക്കർഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണല്ലേ. സോ യൂസർ ഡിഫൈൻഡ് ഫങ്ഷന് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ വീഡിയോസ് ചെയ്തില്ല. സോ അതുകൊണ്ട് ഒന്ന് വളരെ ബ്രീഫായിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് ഞാൻ ബ്രീഫ് ചെയ്യാണ്. ഒത്തിരി ഡീറ്റെയിൽഡ് ഒന്നും അല്ല, ആർക്കെങ്കിലും മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, സോ നമ്മൾ എന്താണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് യൂസ് ചെയ്യാനുള്ള രണ്ട് സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിൽ ഒരേ കാര്യം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ. അതായത് നിങ്ങളൊരു പ്രോഗ്രാം എഴുതുന്നു, ആ പ്രോഗ്രാമിൽ ഒരു 10 സ്ഥലത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ 10 പ്രാവശ്യം ഈ ആഡ് ചെയ്യുന്ന കോഡ് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്ത് വന്ന ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ മാറ്റി വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചു. ദെൻ നമുക്ക് ആവശ്യമുള്ള 10 സ്ഥലത്തും ആ മാറ്റി വെച്ച സാധനത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് പറഞ്ഞ് നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് വിളിക്കുവാണ് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്തെടുക്കാൻ, ഒരു പർട്ടിക്കുലർ ടാസ്ക് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് എവിടെയെങ്കിലും എഴുതി വയ്ക്കും, അതിനൊരു പേരും കൊടുക്കും. ദെൻ ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ ആ പറയുന്ന സംഭവത്തിനെ നമ്മളുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നുള്ള പേരിൽ പറഞ്ഞത്. ഓക്കെ, ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു. ഇപ്പോൾ നോക്കൂ, ഞാനൊരു മെയിൻ പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ മെയിൻ പ്രോഗ്രാമിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3 3 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ദെൻ വീണ്ടും കുറേ ഇൻസ്ട്രക്ഷൻസ് ഞാൻ എഴുതുന്നു. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് 5 ഉണ്ട്. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 റിപ്പീറ്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് 50. വീണ്ടും ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പഠിച്ചത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 അതുപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 അതുപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് 3നെ നമുക്ക് സെപ്പറേറ്റ് വേറൊരു സ്ഥലത്ത് എഴുതി വയ്ക്കാം. എന്നിട്ട് അതിനൊരു പേര് അസൈൻ ചെയ്യാം. അപ്പോൾ വെറുതെ ഞാനൊരു പേര് കൊടുക്കുക, എസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ഫങ്ഷനായിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നു. ദെൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ, അതായത് അതിനൊരു പേര് അസൈൻ ചെയ്തും വെച്ചു. അങ്ങനെ നമ്മൾ എഴുതുന്നതിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? മെയിൻ പ്രോഗ്രാം എഴുതുമ്പോൾ ജസ്റ്റ് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3 ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഫങ്ഷനാണ് എസ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് എനിക്ക് എസ് എന്ന് പറഞ്ഞ് പേര് കൊടുത്താൽ മതി. ദെൻ അതിനുശേഷം സാധാരണ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു. ദെൻ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 5 ഉണ്ട്. ആ 5നെ ഞാൻ എഴുതി. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ്. അതിനെ ഗ്രൂപ്പ് ചെയ്ത് ഞാൻ എസ് എന്നുള്ള ഫങ്ഷൻ ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ്സുകളുണ്ട്. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് 50 ആണ് വരുന്നത്. അത് ഞാൻ എഴുതി. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. സോ വീണ്ടും എനിക്ക് എസ് എന്നുള്ള ഫങ്ഷനെ വിളിച്ചാൽ മതി. വീണ്ടും കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. വീണ്ടും ഇത് വരുന്നുണ്ട്. സോ എസ് എന്ന് പറയുന്ന ഫങ്ഷനായിട്ട് എനിക്ക് വെച്ചാൽ മതി. സോ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ് എങ്കിൽ നോക്കൂ, ഇത്രയും വലിയ ഒരു പ്രോഗ്രാമാണ് ഇത്രയും ചെറിയൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റിയത്. ഓക്കെ, സോ ഇത്രയും ചെറിയ പ്രോഗ്രാം ആകുമ്പോൾ എന്താണ്, നമുക്ക് ഈസിയാണ് അതിനെ മാനേജ് ചെയ്യാൻ. അതുപോലെ അതിനകത്ത് എറേഴ്സ് വന്നാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് നമ്മളന്ന് പറഞ്ഞിരുന്നു, ഒത്തിരി വലിയ പ്രോഗ്രാംസിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് പല മൊഡ്യൂൾസ് ആക്കി വെക്കും. ആ മെത്തേഡിനെ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് എന്ന് പറയും എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ ഇതാണ് പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്നത്. സൈസ് ഇത്രയും ചെറുതായി എന്നുള്ളത്. സോ നമുക്ക് എളുപ്പത്തിൽ എറേഴ്സ് വന്നാൽ കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, വാട്ട് എവർ.
സോ നമ്മൾ പറഞ്ഞിരുന്നു ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഒരു ഫംഗ്ഷൻ കോൾ, ഒരു ഫംഗ്ഷൻ ഡെഫിനീഷൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിക്കർഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. റിക്കർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിക്കർഷൻ എന്ന് പറയുന്നത്. അതായത് റിക്കർഷൻ മീൻസ് when a function calls itself, അതിനെയാണ് നമ്മൾ റിക്കർഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ് എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇതുവരെ പ്രോഗ്രാം ചെയ്തപ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏരിയ എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, സോ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ നമ്മൾ void മെയിൻ എഴുതി, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ എഴുതി വെച്ചു. അതിനുശേഷം നമ്മൾ ഫംഗ്ഷനായിട്ട് ഏരിയ എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നുണ്ട്. അതായത് മെയിൻ പ്രോഗ്രാം ഏരിയ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. അതാണ് നോർമൽ സിറ്റുവേഷൻ. ഓക്കെ, പക്ഷേ റിക്കർഷൻ എന്ന് പറഞ്ഞാൽ അതല്ല. ഫംഗ്ഷൻ ഇരുന്ന് ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യും. ഇപ്പോൾ മെയിൻ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഓക്കെ, ഈ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തിരുന്ന് വീണ്ടും മെയിൻ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സാഹചര്യം. ഫംഗ്ഷൻ അതേ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നു. when a function calls itself, അത് അതിനെ തന്നെ കോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിക്കർഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുക. നമ്മൾ ഇതുവരെ പഠിച്ചത് ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ അതിനെല്ലാം കോൾ ചെയ്തുകൊണ്ടിരുന്നത് മെയിൻ പ്രോഗ്രാം ആയിരുന്നു. മനസ്സിലായോ? ഇവിടെ അതല്ല പറയുന്നത്. ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യും. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ റിക്കർഷൻ എന്നുള്ള പേരിൽ പറയുന്നത്. റിക്കർഷൻ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ കൊടുക്കാനുള്ളൂ. വാട്ട് ഈസ് റിക്കർഷൻ? റിക്കർഷൻ മീൻസ് when a function calls itself then it is recursion. ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ റിക്കർഷൻ ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഞാനൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നു. നമ്മൾ നോർമലി ചെയ്തിട്ടുണ്ട്. ഫാക്ടോറിയൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോർമൽ പ്രോഗ്രാമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനൊരു ഫംഗ്ഷനായിട്ട്, ഒരു റിക്കർഷനായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. എന്താണ് ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ കോൾ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനീഷൻ. ഈ 3 കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യും. മിസ്സായി പോയിട്ടുള്ള മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ടും കൂടെ ചെയ്യുന്നത്. ഓക്കെ, ഫുൾ സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ. അതിനുള്ള സാഹചര്യമല്ല. ഒത്തിരി എഴുതാനും റബ് ചെയ്യാനും വരും, സൈസ് കൂടും, എനിക്ക് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ വിചാരിച്ചിരുന്നു റിക്കർഷൻ വരുമ്പോൾ എല്ലാത്തിനെയും ഒന്ന് റിവൈസ് ചെയ്ത് പറയാമെന്ന്. സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ ഇപ്പം നമ്മൾ റിക്കർഷന് ഒരു എക്സാമ്പിളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞു റിക്കർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, സോ നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 × 4 × 3 × 2 × 1 ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. ഓക്കെ, സോ
സോ ഞാൻ എൻ്റെ ഹെഡർ ഫയൽസ് ഒക്കെ മേളിൽ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, stdio.h conio.h. ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നു ഇൻറ്റ് ഫാക്ടോറിയൽ ഇൻറ്റ് സെമിക്കോളൻ. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ടൈപ്പ്. ദെൻ ഫാക്ടോറിയൽ ഫംഗ്ഷൻ്റെ നെയിം. ദെൻ ബ്രാക്കറ്റിൽ ഇൻറ്റ് അതായത് ആർഗ്യുമെന്റ് ലിസ്റ്റ്. സെമിക്കോളൻ വെച്ച് എക്സിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ ആണ്. ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ ആണ്. ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ ഒരു ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ആർഗ്യുമെൻറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പല കാറ്റഗറീസ് പറഞ്ഞു, അതിലെ ഒരു കാറ്റഗറിയാണിത്, ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഫംഗ്ഷന് ആർഗ്യുമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഇവിടെ ഒരു വാല്യൂവിനെ റിട്ടേണും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊന്ന് മനസ്സിൽ കണ്ട് പോവുക. ഇതിപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആയി. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഹെഡർ ഫയലിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും സി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അതായത് മെയിനിൻ്റെ ഉള്ളിലെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ. ഓക്കെ, സോ മെയിൻ്റെ അകത്ത് ഞാൻ പറയുന്നു ഇൻറ്റ് നം, അതായത് ഒരു വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തു, NUM എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ദെൻ ഞാൻ പറയുന്നു നമ്പറിനെ എൻ്റർ ചെയ്യുക. നമ്പറിനെ എൻ്റർ ചെയ്തു, അതിനെ ഞാൻ ഈ പറയുന്ന NUM എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് റിസീവ് ചെയ്തു. ഇൻറ്റീജർ ആണ്, ഓഫ് കോഴ്സ് %d ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നോക്കുക, ഫാക്റ്റ് ഒരു വേരിയബിളിനെ കൂടെ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ കൂടെ ഡിക്ലെയർ ചെയ്യണം. ഫാക്റ്റ് ഇസ് ഈക്വൽ ടു ഫാക്ടോറിയൽ ബ്രാക്കറ്റിൽ നം. ഫാക്റ്റ് ഇസ് ഈക്വൽ ടു ഫാക്ടോറിയൽ ബ്രാക്കറ്റിൽ നം. ഓക്കെ, ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ പേരാണ്. അതായത് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുവാണ്. ഇത് നമ്മളുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. ഈ ഭാഗം എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ കോളാണ്. ഓക്കെ, ഫംഗ്ഷൻ്റെ പേര് വിളിച്ചു, ബ്രാക്കറ്റിൽ ഒരു വേരിയബിളിനെ അത് മെൻഷനും ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ കോളിൻ്റെ കൂടെ ഒരു വേരിയബിളിനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറഞ്ഞത്. സോ ഈ പ്രോഗ്രാമിൽ നം എന്ന് പറയുന്ന വേരിയബിളാണ് ആക്ച്വൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഇതാണ്. ഓക്കെ, സോ ഫാക്ടോറിയൽ നം. നമുക്കറിയാം, സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ കോൾ എൻകൗണ്ടർ ചെയ്താൽ ഉടനെ അത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പാർട്ടിലേക്ക് വരും. അതായത് ഇവിടെ നിന്നും കൺട്രോള് നേരെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വരും. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാമല്ലോ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ കോൾ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വന്നു. സോ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമുക്കറിയാം ഫംഗ്ഷൻ്റെ ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒരു ആർഗ്യുമെൻറ്റ് ലിസ്റ്റും ഉണ്ടായിരിക്കും. ഫംഗ്ഷൻ ഡെഫിനിഷനിലോ ഫംഗ്ഷൻ ഡിക്ലറേഷനിലോ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻസിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റർ എന്ന് പറഞ്ഞത്. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണിത്. ഫോർമൽ പാരാമീറ്റർ അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെൻറ്റ്.
നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് എ വേരിയബിൾ. ഈ വേരിയബിൾ എവിടെ വരുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആക്ച്വൽ എന്നും ഫോർമൽ എന്നും പേരിട്ട് വിളിക്കുന്നത്. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ കോളിൻ്റെ ഉള്ളിലുള്ള വേരിയബിൾ അല്ലെങ്കിൽ ഫങ്ഷൻ കോളിൻ്റെ ഉള്ളിലുള്ള ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഫോർമൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഡിക്ലറേഷനിലോ അല്ലെങ്കിൽ ഫങ്ഷൻ ഡെഫിനീഷനിലോ നമ്മൾ പറയുന്ന ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫങ്ഷൻ ഡെഫിനീഷനിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്ന നം എന്നുള്ള വാല്യൂ, സപ്പോസ് ഞാൻ നമ്മിന് കൊടുക്കുന്നത് 3 എന്നുള്ള വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഈ 3 എന്നുള്ള വാല്യൂവിനെ ഇവിടെയുള്ള എന്നിലേക്ക് കോപ്പി ചെയ്യും. മനസ്സിലായോ? സോ ഇവിടെ വരുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ഫങ്ഷൻ ഡെഫിനീഷനിലും ഫങ്ഷൻ ഡിക്ലറേഷനിലും ഒക്കെ ഒരേ ഡേറ്റ ടൈപ്പിനെ യൂസ് ചെയ്യണം. ഡേറ്റ ടൈപ്പ് ഡിഫറെൻ്റ് ആവരുത്. ഡിഫറെൻ്റ് ആയാൽ അത് മിസ്മാച്ചിനെ കാണിക്കും. അത് ഇതുകൊണ്ടാണ് മിസ്മാച്ചിനെ കാണിക്കുന്നത്. ഇവിടെ പറയുന്ന വാല്യൂ ഇവിടെ ക്യാച്ച് ചെയ്യുക ചെയ്യുന്നത്. സോ 3 എന്നുള്ള വാല്യൂവിനെയും കൊണ്ടാണ് ഇത് ഫങ്ഷൻ ഡെഫിനീഷൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. സോ ചെക്ക് ചെയ്യും ഇഫ് n is equal to 0 ആണോ, n എന്ന് പറയുന്നത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. n എന്ന് പറയുന്നത് 0 അല്ല, കാര്യം നമ്മൾ n-ന് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ ഇഫിൻ്റെ എൽസ് പോർഷനിലേക്ക് വരും. ഇനി ശ്രദ്ധിച്ചിരിക്കുക, എൽസ് പോർഷനിൽ ഞാൻ എന്താണ് പറയുന്നത്? റിട്ടേൺ n ഇൻറ്റു എൻ്റെ ഇപ്പോഴത്തെ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇൻറ്റു ശ്രദ്ധിച്ചിരിക്കുക, കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1, അതായത് 3 മൈനസ് 1 ദാറ്റ് ഈസ് 2. നോക്കിക്കേ, ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1, അതായത് ഞാൻ ഓൾറെഡി നിൽക്കുന്നത് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഉള്ളിലാണ്. ആ ഫങ്ഷൻ്റെ ഉള്ളിൽ ആ ഫങ്ഷനെ തന്നെ കോൾ ചെയ്തിരിക്കുന്നു. ഒരു ഫങ്ഷൻ ആ ഫങ്ഷനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എന്തായി? n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 എന്നായി. ഓക്കെ, ഫങ്ഷൻ കോള് വന്നിരിക്കുന്നു. എന്ത് സംഭവിക്കും? ഫങ്ഷൻ കോള് വന്നാൽ ഉടനെ അത് ഫങ്ഷൻ ഡെഫിനീഷനിലേക്ക് പോകും. അതായത് അത് ഇങ്ങോട്ടേക്ക് വീണ്ടും വരും. ഇതാണല്ലോ ഫങ്ഷൻ ഡെഫിനീഷൻ. സോ ഇപ്പോൾ വരുമ്പോൾ n-ൻ്റെ വാല്യൂവിനെ 2 ആക്കിക്കൊണ്ടാണ് അത് വരുന്നത്. സോ ഇവിടെ n-ൻ്റെ വാല്യൂ 2 ആയിക്കൊണ്ടായിരിക്കുന്നത്. ദെൻ വീണ്ടും ഫങ്ഷൻ്റെ ഉള്ളിൽ നോക്കും n is equal to 0 ആണോ? n is equal to 0 അല്ല. സോ എൽസ് പാർട്ടിലേക്ക് വരും. എന്ത് ചെയ്യും? റിട്ടേൺ റിട്ടേൺ 3 ഇൻറ്റു ഓൾറെഡി 3 അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ n, ഇപ്പോഴത്തെ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു factorial of n minus 1, factorial of n minus 1, that is 2 minus 1 which is equal to 1. അതായത് വീണ്ടും ഇവിടെ എന്ത് സംഭവിക്കും? factorial of 1 എന്നുള്ളതായി. ദാറ്റ് ഈസ് ഈ ഫങ്ഷൻ ഇതിൻ്റെ അകത്തിരുന്ന് വീണ്ടും ഈ ഫങ്ഷനെ തന്നെ കോൾ ചെയ്യുന്നു. ഫങ്ഷനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ വീണ്ടും ഇത് ഇങ്ങോട്ടേക്ക് എക്സിക്യൂഷൻ വരും. ദാറ്റ് ഈസ് വീണ്ടും ഫങ്ഷൻ ഡെഫിനീഷനിലേക്ക് വരും. ഫങ്ഷൻ കോൾ എപ്പോൾ വന്നാലും ഉടനെ അത് ഫങ്ഷൻ ഡെഫിനീഷനിലേക്ക് പോകും, അതിനൊരു സംശയവും വേണ്ട. സോ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ നോക്കും, ഇപ്പോൾ വരുമ്പോൾ n-ൻ്റെ വാല്യൂ 1 ആണ്.
ഓക്കെ, സോ n is equal to 0 ആണോ എന്ന് നോക്കും. n 0 അല്ല. സോ എന്ത് സംഭവിക്കും? വീണ്ടും എൽസ് പാർട്ടിലേക്ക് വരും. എൽസ് പാർട്ടിൽ വരുമ്പോൾ വീണ്ടും റിട്ടേൺ 3 into 2 into 1 then factorial of n minus 1, that is 1 minus 1, that is 0. മനസ്സിലായോ? സോ എന്ത് സംഭവിക്കും? ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ? റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ വാല്യൂവിനെയും കൊണ്ട് അത് ഇങ്ങോട്ടേക്ക് പോരും. നമുക്കറിയാം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്. സോ 3 into 2 into 1, ദാറ്റ് ഇസ് 6 എന്നുള്ള വാല്യൂവിനെയും കൊണ്ട് അത് ഇങ്ങോട്ടേക്ക് വരും. ദെൻ ആ 6 എന്നുള്ള വാല്യൂ ഇവിടെ ഫാക്റ്റ് എന്നുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. സോ പ്രിൻറ്റ്എഫ് ഫാക്ടോറിയൽ ഈക്വൽ ടു %d ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് കാണിക്കും. ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 6 എന്നുള്ള റിസൾട്ട് കാണിക്കും. മനസ്സിലായോ? സോ നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലിരുന്ന് ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നു. അങ്ങനെ കോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിക്കർഷൻ എന്നുള്ള പേരിൽ പറയുന്നത്. സോ ഉറപ്പായിട്ടും റിക്കർഷൻ ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ ഇട്ട് തന്നെ നിങ്ങൾ എഴുതണം. കാര്യം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ അതിനകത്ത് കൊടുക്കാനില്ല. പറയാനുള്ള കാര്യം വളരെ ചെറുതാണ്. പിന്നെ നമുക്ക് മാർക്ക് കിട്ടാൻ പ്രോഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫുൾ പ്രോഗ്രാം കാണാപ്പാഠം പഠിക്കുകയൊന്നും വേണ്ട. ഏറ്റവും മിനിമം ഈ പറയുന്ന കാര്യമെങ്കിലും അതിനകത്ത് എഴുതി വയ്ക്കുക. ഓക്കെ, സോ ഇതാണ് റിക്കർഷൻ എന്നുള്ള കോൺസെപ്റ്റ്. വീഡിയോ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് കാണാം. ഇതുവരെയുള്ള പോർഷൻസിനെ ഒന്ന് ബ്രീഫ് ചെയ്ത് ഇതിനകത്ത് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ ചോദിക്കുക. ഓക്കെ.